ജൂലൈ 5-4-18 തൽസുഖി പറഞ്ഞ സമയം കഴിഞ്ഞുപോയിരിക്കുന്നു. എന്നാൽ ജപ്പാനിൽ ഒരു അപകടവും ഇതുവരെ രേഖപ്പെടുത്തിയിട്ടില്ല. എന്നാലും എവിടെയോ ഒരു ആശങ്ക കിടക്കുന്നുണ്ടായിരുന്നു. ലോകത്തിൽ എവിടെയോ ഒരു മഹാദുരന്തം സംഭവിക്കും എന്നത്. അത്തരത്തിലുള്ള ഒരു സംഭവമാണ് അമേരിക്കയിലെ ടെക്സസ് എന്ന സ്ഥലത്ത് മിന്നൽ പ്രളയമായി നടന്നത്. ഏകദേശം കുട്ടികളും മുതിർന്നവരും ഉൾപ്പെടെ 24ഓളം പേർ മരിച്ചതായി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. വെള്ളിയാഴ്ച വൈകിട്ടോടെ ടെക്സസിൽ കനത്ത മഴയെ തുടർന്ന് ഗോഡൽപേ നദിയിൽ അപ്രതീക്ഷിതമായി വെള്ളം ഉയർന്നതാണ് ഇത്തരത്തിലൊരു പ്രളയത്തിലേക്ക് നയിച്ചത്. ഏകദേശം 237ഓളം പേരെ രക്ഷിച്ചെങ്കിലും 24ഓളം പേർ മരിച്ചതായി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അപ്രതീക്ഷിതമായ വെള്ളപ്പൊക്കം ഉണ്ടായതുകൊണ്ട് യാതൊരുവിധ മുൻകരുതലുകളോ അറിയിപ്പുകളോ കൊടുക്കാൻ ഭരണകൂടത്തിന് കഴിഞ്ഞില്ല. ജപ്പാന്റെ തെക്കൻ മേഖലയിലെ ടോക്കര ദ്വീപിൽ ഏകദേശം വ്യാഴാഴ്ചയോടെ 400ഓളം ഭൂചലനങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. കാര്യമായ നാശനഷ്ടങ്ങളോ അപകടമോ ഒന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ഈ മേഖലയിലുള്ളവരോട് അധികൃതർ ഒഴിഞ്ഞുപോകാൻ ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ കഴിഞ്ഞ രണ്ടാഴ്ചക്കിടെ ഏകദേശം 1000ഓളം ഭൂചലനങ്ങൾ ജപ്പാനിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. ഏറ്റവും വലിയ ഭൂചലനം നടന്നത് ജൂൺ 23-നായിരുന്നു. 5.5 തീവ്രതയുള്ള ഭൂചലനമാണ് നടന്നത്. 1919 തൊട്ടുള്ള കണക്കുകൾ പരിശോധിച്ചാൽ ഏറ്റവും വലിയ ഭൂചലനമായി റിപ്പോർട്ട് വന്നിട്ടുണ്ട്. ജപ്പാനിൽ തൽസുഖി പറഞ്ഞ സമയം കടന്നുപോയെങ്കിലും ആ സമയവും കഴിഞ്ഞ് ലോകത്ത് ജപ്പാന്റെ ഏതെങ്കിലും ഭാഗത്ത് അപകടങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ടോ എന്ന് വളരെ ആകാംക്ഷയോടെ ലോകം എമ്പാടുമുള്ള ജനങ്ങൾ ഉറ്റുനോക്കിയിരുന്നു. റിയോ തൽസുഖി പറഞ്ഞ കാര്യത്തെ തുടർന്ന് ലോകത്ത് എന്തെങ്കിലും സംഭവിക്കുമോ എന്ന ആൾക്കാർ ഒരു വശത്ത്, മറുവശത്ത് യാതൊരുവിധ ശാസ്ത്രീയ വശവുമില്ലാത്ത കാര്യത്തെ തുടർന്ന് ജനങ്ങളെ ഭീതിപ്പെടുത്തരുത് എന്ന് ഒരു കൂട്ടം ആൾക്കാർ. എന്തായാലും റിയോ തൽസുഖിയുടെ പ്രവചനം ജപ്പാനിൽ ഉണ്ടാക്കിയ നഷ്ടം ചെറുതല്ല. മറിച്ച് $3.9 മില്യൺ നഷ്ടമാണ് കൂട്ടത്തോടെ ആൾക്കാർ യാത്ര റദ്ദാക്കിയത് കൊണ്ട് ജപ്പാൻ ഉണ്ടായത്. തന്റെ സ്വപ്നങ്ങളിലൂടെ ഭാവി പ്രവചിക്കുന്ന ഒരു മാംഗ കലാകാരിയാണ് റിയോ തൽസുഖി. ഏകദേശം 1980 മുതലാണ് അവർ ലോകത്തെ പറ്റി സ്വപ്നം കണ്ടു തുടങ്ങിയത്. അതിനെ തുടർന്ന് അവർ ഫ്യൂച്ചർ ഐസോ എന്ന ബുക്കിൽ ലോകത്ത് നടക്കാൻ സാധ്യതയുള്ള ദുരന്തങ്ങളെക്കുറിച്ച് വളരെ വ്യക്തമായി പറയുന്നുണ്ട്. 2011 നടന്ന സുനാമിയെ തുടർന്നായിരുന്നു റിയോ തൽസുഖിക്കും ഫ്യൂച്ചറൈസോ എന്ന ബുക്കിനും വളരെ പ്രശസ്തി വരുന്നത്. തന്റെ ബുക്കിന്റെ ഫ്രണ്ട് പേജിൽ വരച്ചിട്ടതുപോലെയാണ് സംഭവങ്ങൾ നടന്നത്. കൂടാതെ ടോക്കിയോയിൽ നടന്ന വലിയ സുനാമിയും അതുപോലെ തന്നെ ഫ്രെഡി മെർക്കുറിയുടെയും ഡയാന രാജകുമാരിയുടെയും മരണവുമൊക്കെ പ്രവചിച്ചതും തൽസുഖി തന്നെയായിരുന്നു. അതുകൊണ്ടാണ് ജൂലൈ 5-ന് വലിയൊരു മഹാദുരന്തം സംഭവിക്കുമെന്ന തൽസുഖിയുടെ പ്രവചനത്തെ ലോകത്തുള്ള ജനങ്ങൾ വളരെ കരുതലോടെയും ജാഗ്രതയോടെയും നിരീക്ഷിക്കാൻ കാരണം. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോ കാണുന്നവരെ ബൈ ബൈ.